ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നമ്മെ അറിയുന്ന കർത്താവാണ്. അപ്പോൾ നാം ചിന്തിച്ചു നമ്മെ അറിയുന്ന കർത്താവ്, നമ്മെ അറിയുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ് എന്ന് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. നമ്മെ അറിയുന്ന ദൈവം ധനനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യമുള്ളവനും അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് എന്ന് നാം കണ്ടു. മാത്രമല്ല അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയിത്തീർന്നു എന്നുള്ളത് നാം കണ്ടു. അതുപോലെ യെശയ്യാ പ്രവാചകനും കർത്താവിനെ കണ്ടപ്പോൾ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ മഹത്വം കണ്ടപ്പോൾ അവനെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സറാഫുകൾ കർത്താവിനെ നമസ്കരിക്കുന്നതായിട്ട് നാം കണ്ടു. യെശയ്യാ പ്രവാചകനാകട്ടെ പറഞ്ഞത്, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെ യെഹെസ്കേൽ പ്രവാചകനും അതുപോലെ തന്നെ പറയുന്നത്, യെഹെസ്കേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവന് അവിടെ കവിണ് വീണു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അനേകർ മോശയാണെങ്കിൽ യഹോവയുടെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ കാലിൽ നിന്ന് ചെരുപ്പൂരി ഇങ്ങോട്ട് അടുക്കരുത് എന്ന് ദൈവത്തോട് പറയുന്നതായിട്ട് നമുക്ക് മോശയോട് ദൈവം പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത്ര മഹത്വവാനായ ദൈവമാണ് നമ്മെ അറിയുന്നതെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശബ്ദം ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ശബ്ദം, ആ ശബ്ദം കേട്ട് അത് എല്ലാം അറിയുന്ന ശബ്ദം, എല്ലാം മുഴങ്ങുന്ന ശബ്ദം, എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിവുള്ള ശബ്ദം, രക്ഷിപ്പാൻ കഴിവുള്ള ശബ്ദമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കർത്താവാണ് നമ്മെ അറിയുന്നത്. അപ്പോൾ നമ്മെ എങ്ങനെ അറിയുന്നു, എപ്പോഴൊക്കെ നമ്മെ അറിയുന്നു എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ അറിയുന്ന കർത്താവ് എപ്പോഴൊക്കെ നമ്മെ അറിയുന്നു. ഒന്നാമതായിട്ട് നാം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മെ അറിയുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. 139 സങ്കീർത്തനത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. നീയല്ല എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇവിടെ നമുക്കറിയാം, കർത്താവാണ് നമ്മുടെ അന്തരങ്ങളെ നിർമ്മിച്ചവൻ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മളെ കണ്ടു. നമ്മുടെ ഉദരത്തിൽ നമ്മൾ അസ്ഥികൂടം ഉണ്ടാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമ്മളെ കണ്ടു. അത്ര സർവശക്തനായ ദൈവമാണ് നമ്മളെ കരുതുന്ന ദൈവം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ നമ്മൾക്കൊരു കുഞ്ഞായിട്ട് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മെ കാണുകയും നമ്മുടെ ഭാവി അറിയുകയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും എഴുതുകയും അറിയുകയും ചെയ്യുന്ന കർത്താവ് അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം എത്ര ശ്രേഷ്ഠമേറിയവരാണ് എന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നാം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ മെടഞ്ഞു, ഭയങ്കര അതിശയമായി നമ്മെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ആ ദൈവം നമ്മെ അറിയുന്നു. നമ്മെ അറിയുന്ന ദൈവം മാത്രമല്ല, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നവനാണ്. 66 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. 66 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നതുമില്ല. ഈ നമ്മെ അറിയുന്ന പിണ്ടാഹാരത്തിലായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ അറിയുന്ന ദൈവം നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ കാക്കുന്നു. മാത്രമല്ല, അവൻ നമ്മെ ജീവനോടെ ശേഷിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ആയിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ
അറിയുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം പാപത്തിൽ ജീവിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഒരുക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ സാത്താൻ്റെ കുതികാൽ തകർത്തുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വഴിയൊരുക്കി. അത് നാം പാപികളായിരിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുവാനായിട്ട് സാധിക്കും. പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ അറിയുന്നു. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ നടന്നു. പരീശന്മാർക്ക് നീരസമുണ്ടായി. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 9:13 അതാണ് നാം കാണുന്നത്. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെത്ര വിളിപ്പാൻ വന്നതെന്ന് കർത്താവ് പറഞ്ഞു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നാം. മാത്രമല്ല മുമ്പേ പ്രകൃതികളാൽ ജാതികളായിരുന്നു, അഗ്രചർമ്മക്കാരായിരുന്നു. നാം ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും വാഗ്ദത്ത നിയമങ്ങൾക്കും അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. എന്നാൽ നമ്മെ അറിയുന്ന ദൈവം നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മെ അറിയുന്ന ദൈവം നമ്മെ തേടി നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം. കർത്താവിനെ ഈ ലോകത്തിൽ വെച്ച് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാടായിട്ട് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാടായിട്ട് ദൈവം ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് വന്നു. നാം പാപികളാണ്. നമ്മൾക്ക് രക്ഷപ്പെടുവാൻ യാതൊരു രീതിയിലും അർഹതയില്ലായിരുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ നമുക്ക് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിലും അതുതന്നെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ കാണുന്നത് ഫിലിപ്പിയ ലേഖനം 2 അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട് തീർന്നു. അതേ പ്രിയ സഹോദരിമാരെ, നമ്മെ സ്നേഹിപ്പാനായിട്ട് ഈ ലോകത്തിലെ യാതൊരു രീതിക്കും അർഹതയില്ലാത്തവരായ, പാപികളായ, കൊള്ളരുതാത്തവരായ, ദൈവത്തോട് യാതൊരു രീതിയിൽ ബന്ധമില്ലാതിരുന്ന നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ച് അവൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കി. അവൻ നമുക്ക് വേണ്ടി ഈ ലോകത്ത് നമുക്ക് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനുള്ള വഴിയൊരുക്കി. അപ്പോൾ നാം ആ വഴിയൊരുക്കിയത് നാം കാണുന്ന, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷ ഏൽക്കുന്നതിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇന്ന് അവൻ ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. അങ്ങനെ പാപികളെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം മുഖാന്തരമായിട്ട് നമുക്ക് ദൈവമക്കളാകുവാനായിട്ട് നമുക്ക് അധികാരമുണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നാം കാണുന്നത്, നാം ദൈവമക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായി ദൈവം വന്നു. നമുക്ക് വേണ്ടി മരിച്ചു, മരണം ആസ്വദിച്ചു. ആ കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവ് അറിയുന്നു. മാത്രമല്ല
അവൻ അവൻ ദൈവമക്കളായി തീർന്നു എന്ന് മാത്രമല്ല, അവൻ അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോവുകയില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ല, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ, അതാണ് നാം കാണുന്നത്. നാം ആടുകളാണ്, അവൻ ഇടയനാണ്. നമുക്കവിടെ കാണാനുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലൂടെ വാതിൽ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവൻ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കളെ വെറുതെ വിടുകയല്ല ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ അവരോട് കൂടെ നടക്കുന്നു. അവൻ മുമ്പനായിട്ട്, അവൻ മാത്രമല്ല, അവൻ ഓരോ ആടിൻ്റെയും പേരറിയാം. പ്രിയ സഹോദരിമാരെ, നമ്മുടെ പേരെല്ലാം കർത്താവിനറിയാം. നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. നാം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ട്യൂണായിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നാം പറയുന്നത് ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാർ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഇടയനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട നിമിഷം നമ്മൾ ഈ ഇടയൻ്റെ ആടുകളായിട്ട് തീരുവാനായിട്ട് ഈ ഭാഗ്യം ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവയെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുത്തുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. മാത്രമല്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. അതേ സഹോദരിമാരെ, കർത്താവ് നമ്മളെ രക്ഷിച്ചു ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ മക്കളോട് കൂടെ കർത്താവ് നടക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവനെ അനുഗമിക്കുന്നവരുടെ മുമ്പായിട്ട് അവൻ പോകുന്നു. മാത്രമല്ല, അവൻ നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറപ്പാനായിട്ട് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നാം അത്രമാത്രം സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് മുമ്പായിട്ട് നടക്കുന്നു. അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ മുമ്പിലുള്ളവർക്കാണ് അതിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുമ്പായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവൻ്റെ മക്കളായ നാം അവൻ്റെ കൃഷ്ണമണി ആണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ദൈവത്തിൻ്റെ മകളെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. മാത്രവുമല്ല, നമ്മുടെ തലയിലെ ഓരോ രോമവും ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ഓരോ മുടിയും കൊഴിഞ്ഞു പോകുന്നത് കർത്താവ് അറിയാതെയല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളായിട്ട് തീർന്ന് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളെ മുഴുവനായിട്ട് അറിയുന്ന കർത്താവ്, നമ്മളെ പിണ്ടാകാരമായിരുന്നപ്പോൾ അറിയുന്ന കർത്താവ്, നമ്മെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അറിയുന്ന കർത്താവ്, ആ കർത്താവാണ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതും നമ്മളെ തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതും നമ്മളെ മക്കളാക്കി തീർത്തതും. ആ കർത്താവാണ് നമ്മളോട് കൂടെയുള്ളതും. പറയുന്നുണ്ട്, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് മുമ്പായിട്ട് പോകുന്നു. കർത്താവിനെ ഒന്ന് അനുഗമിച്ചാൽ മാത്രം മതി. മാത്രമല്ല, നമ്മൾ സുരക്ഷിതരാണ്. കാരണം അവൻ നമ്മുടെ തലമുടിയിലെ ഓരോ മുടി പോലും നിലത്ത് വീഴുന്നത് അറിയുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര ഭാഗ്യവതികളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര വലിയവരാണ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിചാരപ്പെടാതെ എന്തു കുടിക്കും, എന്തു തിന്നും, എന്തു ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടാതെ
നമ്മെ അറിയുന്ന കർത്താവ്, നമ്മളെ സകലവുമായിട്ട് അറിയുന്ന കർത്താവ്, ജനിക്കുന്നതിന് മുമ്പേ അറിയുന്ന കർത്താവ് മരിക്കുന്നത് വരെ പുലർത്തുവാൻ മതിയായവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും നാളേക്കായി വിചാരപ്പെടാതെ സന്തോഷത്തോടും കൂടെ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.